അപ്പോൾ ഞാൻ പ്രൂൺ ചെയ്ത ചെടി അത് നല്ല തളർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ റോസാണ്, റെഡ് റോസ്. ഒരു ദിവസം പ്രൂണിങ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റിൽ ഞാൻ കരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്ന് ഇങ്ങോട്ട് സെൻറ്ററിലോട്ട് ഒതുക്കിയാണ്. ഒതുക്കിയിട്ട് വേണം നമ്മൾ പ്രൂൺ ചെയ്താൽ മാത്രം പോരാ, അതിന് ആവശ്യമുള്ള വളം, പ്രത്യേകിച്ച് ചട്ടിയിൽ വയ്ക്കുന്ന ചെടി, അതിന് വളം നമ്മൾ ഇട്ടില്ല എങ്കിൽ അത് പിടിച്ച് വരാൻ പ്രയാസമാണ്. ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ഇല വരുമ്പോൾ ഫസ്റ്റ് ഇത് NPK 19 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തളർപ്പ് എടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. ഇല്ലാത്തത് കൊണ്ട് വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ ഫ്ലവർ വരാനുള്ളതാണ് ഇടുന്നത്. അത് ഞാൻ ഫെർട്ടിലൈസറാണ് ഇടുന്നത് കേട്ടോ. അഗ്രോ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇടുന്നത്. അത് ഈ ബോട്ടിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കാണിച്ചതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും ഇല്ലാത്തവർക്ക് ചാണകപ്പൊടി ഇടാം. പിന്നെ ഇടാൻ കഴിയുന്നതെന്ന് വെച്ചാൽ തേയില കുത്ത് നമുക്ക് ഉണക്കി അതിടാം. മുട്ടത്തോട് നല്ല രീതിയിൽ പൊടിച്ച് മിക്സിയിൽ വേണമെങ്കിൽ പൊടിച്ചിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ എന്താ ഫ്രൂട്ട്സ്, നമ്മുടെ വേസ്റ്റായിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഒരു ബോട്ടിലാക്കിയിട്ട് അതിൽ കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 5-6 ദിവസം വരെ വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇരട്ടി 3ആയിട്ട് ഒരു 3-4 കപ്പ് വെള്ളമെങ്കിലും ഇരട്ടിയായിട്ട് ഒഴിച്ചിട്ട് അതിനെ ലൂസാക്കിയ ശേഷം അത് ഇതിൻ്റെ ഇലയിലും ചുറ്റിലുമായി ഒഴിച്ചു കൊടുത്താൽ അതും ഫ്ലവറിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓരം ചെയ്യാൻ പോവുകയാണ്. അത് ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് നമ്മൾ ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇതാക്കി കൊടുക്കുകയാണ്, ഇളക്കി കൊടുക്കുകയാണ്. എങ്കിലേ അത് അതിലേക്ക് പിടിച്ച് വരത്തുള്ളൂ. മനസ്സിലായോ? ഈ കരിയിട്ടത് കൊണ്ടുള്ള പ്രയോജനം കണ്ടോ, കള ഇതിൽ വന്നിട്ടില്ല അധികം, ചെറിയ രീതിയിലൊക്കെ കള വരത്തുള്ളൂ. അപ്പോൾ ഞാനിത് അഗ്രോ വൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിക്കൊരു നമ്മുടെ ഒരു ടീസ്പൂൺ കണക്കായിട്ട് മതിയാവും കേട്ടോ. അത്ര ഇത് മതി. ഇതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അത് ഇട്ട് കൊടുത്തിട്ട് ഈ മണ്ണ് കൊണ്ട് വീണ്ടും നമ്മൾ ഇതിനെ ഇതാക്കി വയ്ക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ചാണകപ്പൊടിയും ഇപ്പോൾ ഇടാം. എൻ്റെ കയ്യിലുണ്ട് ചാണകപ്പൊടി, ഞാൻ പക്ഷേ ഇടുന്നില്ല. ഞാൻ പിന്നീട് അത് ഇടാമെന്ന് വിചാരിച്ചു. ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചാണകപ്പൊടി ഇടുന്നത് കൊണ്ടുള്ള നേട്ടം എന്ന് വെച്ചാൽ ചെടിക്ക് നല്ല ഒരു തണുത്ത കുളിർമ ഉള്ളൊരു ഇതായിരിക്കും. പിന്നെ നല്ലതാണ് ഈ ചെടിക്ക്, നല്ലൊരു ഓരമാണ് ചാണകപ്പൊടി എന്ന് പറയുന്നത്. കൂടുതലും തണുപ്പൊക്കെ കിട്ടുന്നതിനും എല്ലാത്തിനും നല്ലതായിരിക്കും. പക്ഷേ കോഴിക്കാരം അത് വളരെ കുറച്ച്, പക്ഷെ അത് ചൂടുള്ളൊരു ഐറ്റമാണ്. കണ്ടോ, ഇട്ടിട്ട് ഞാൻ അതിനെ അതുകൊണ്ട് മൂടിയിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. അടുത്ത ഒരു ഐറ്റം കണ്ടോ, ഇത് കണ്ടോ, ബോൺസായി പോലെ ഞാൻ ബൊഗൈൻവില്ല കട്ട് ചെയ്തത് ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അതിലും നല്ല രീതിയിൽ ഈ ബൊഗൈൻവില്ല ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് അതിന് വളം ചെയ്താലുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മുതൽ ബൊഗൈൻവില്ല ഫ്ലവറിങ്ങുള്ള സമയമാണ്. അത് എന്നിട്ട് ഏപ്രിൽ വരെ അതിൻ്റെ ഫ്ലവറിങ് ആയിരിക്കും. വേണ്ട, കരി ഇടാത്തതുകൊണ്ട് അതിൻ്റെ ചുറ്റിലും ചെറിയ ചെറിയ കള വന്നോടെ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലും ഞാനത് കത്തി കൊണ്ട് ഇളക്കുകയാണ്. ഇതിൻ്റെ മീതെ ഉയർത്തി വെച്ചാലുണ്ടല്ലോ കാണാൻ കഴിയുന്നുണ്ട്. നോക്കട്ടെ, ഉയർത്തി വെച്ചാൽ കാണാമോ? ഇല്ലേ, കാണാൻ ഈ ചട്ടി കുറച്ച് ഹൈറ്റ് കൂടിയതാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. അതേപോലെ മറ്റേ റോസ് ചെയ്തത് പോലെയാണ്. ഇതിനൊന്ന് ഇളക്കിയിട്ട് ഇതിൽ
ഒരു സ്പൂണെന്നുള്ളത് ഒരു 1.5 സ്പൂണെങ്കിലും ഇതിന് ഇടേണ്ടി വരും. കാര്യം അത്യാവശ്യ സമയത്ത് ചെറിയ റോസയല്ലേ, അപ്പോൾ അതുകൊണ്ട് അതിന് 1 സ്പൂൺ ഇതിനൊരു 1.5 സ്പൂണ് ടീസ്പൂൺ വേണ്ടി വരും. വേണ്ട, കുറച്ചും കൂടെ ഒരു അല്പം അളവ് കൂടുതലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ ഒതുക്കിയിട്ട് ഈ സൈഡിൽ എൻ്റെ മൂട്ടിലൊരിക്കലും ഇടരുത് കേട്ടോ. കാര്യം ഈ ഫെർട്ടിലൈസർ എന്നൊക്കെ പറയുന്നത് കുറച്ച് ചൂടുള്ള ഐറ്റംസാണത്. നമ്മളതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താൽ വേരില്ല, അപ്പോൾ ചൂട് കൊണ്ട് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിന് വളം ചെയ്താൽ മാത്രമേ ഇത് ഫ്ലവർ നല്ല രീതിയിൽ വരും. ഇതിന് നമുക്ക് ചാണകപ്പൊടിയായാലും ഇടാവുന്നതാണ്. പിന്നെ കുറച്ച് സാഫ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗിസൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് റോസയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഇത് ബൊഗെയിൻവില്ലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അതിന് എന്ത് ചെയ്താലും വെള്ളം നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇലയിൽ വെള്ളം നനയ്ക്കരുത് കേട്ടോ. ഇലയിൽ വെള്ളം നനച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇല പെട്ടെന്ന് ഇങ്ങനെ നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് വരും, പക്ഷേ ഫ്ലവർ കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇലയ്ക്ക് അധികം വെള്ളം ഒഴിക്കാതിരിക്കുക. ഇതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും. റോസയ്ക്കൊന്നും പ്രശ്നമല്ല, ബൊഗെയിൻവില്ലയ്ക്ക് നമ്മൾ ഒരിക്കലും ഇലയിൽ ഓവർ വെള്ളം ഒഴിക്കരുത്. പിന്നെ ഈ ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി വെയിൽ സമയമാണെങ്കിൽ മുരടിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം വെള്ളം ഇലയിൽ നനയ്ക്കാം. അല്ലാതെ നിത്യേന ഒഴിക്കുമ്പോൾ നമ്മൾ ഇലയ്ക്ക് വെള്ളം ഒഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ വളം ഇട്ട് കൊടുത്താലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിന് വെള്ളം ഒഴിച്ചിരിക്കണം. വളം ഇട്ട ഉടനെ തന്നെ അതിന് വെള്ളം ഒഴിച്ചിരിക്കണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഈ വളത്തിൻ്റെ ഒരു ചൂട് കൊണ്ട് ആ ചെടിയുടെ വേരൊക്കെ ചീത്തയാവാൻ സാധ്യതയുണ്ട്. വെള്ളമെന്ന് വെച്ചാൽ വളം ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിന് വെള്ളമൊഴിച്ച് ഒരൈറ്റത്തിന് വെള്ളമൊഴിച്ച്, അതിന് ഞാൻ ഇലയിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് വേണ്ട, റോസിന് ഞാൻ അതിൻ്റെ ഇലയിൽ കൂടെയാണ് ഒഴിക്കുന്നത് കേട്ടോ. റോസ് നമ്മൾ ഇലയിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് ആ റോസിനൊരു ഭംഗി വരാറ്. റോസിൻ്റെ ഇലയ്ക്ക് പ്രത്യേകതയുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ റോസിലെ ഇലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഇലയിൽ അധികം ഇങ്ങനെ പിടിച്ച് നിൽക്കത്തില്ല. ഈ ചേമ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെ സ്പ്രെഡായി പോകില്ലേ, അതേപോലെ ഇതിൽ സ്പ്രെഡായി പോകും. ഇതങ്ങനെ വെള്ളം അധികം നമുക്ക് കൊടുക്കത്തില്ല റോസ്. അതായത് ഇങ്ങനെ തെന്നി പോകും പോലെ പോകും. പക്ഷേ ഇലയിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താലേ വെള്ളം. ഈ നമ്മൾ വളം ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് വേറൊരു ഐറ്റം കൂടി ചെയ്താൽ നന്നായിരിക്കും കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കുളിപ്പിക്കുന്നില്ലേ വെള്ളം, അത് നമ്മൾ ഒരു ബോട്ടിലാക്കി ഈ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. അതും നല്ലതാണ്. പിന്നെ എപ്സം സാൾട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വാങ്ങിയിട്ട് അതിന് നമ്മൾ വെള്ളത്തിൽ കലക്കി 1 സ്പൂൺ ഇട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളുടെ ഇലയ്ക്ക് നല്ല സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലയൊക്കെ ഈ മഞ്ഞളിപ്പ് മുരടിപ്പ് അതെല്ലാം മാറിയിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കും. ഞാനിപ്പോൾ എപ്സം സാൾട്ട് പലയിടത്തും അന്വേഷിക്കുമ്പോൾ കിട്ടാറില്ല. വളക്കടയിൽ പോയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, അവിടെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്താൽ ഇമ്പോർട്ടൻ്റാണ് വളം ഇട്ട് കൊടുക്കണം, വളത്തിനൊപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം, എന്നാൽ മാത്രമേ ഫ്ലവർ. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ഹാർഡ്
പ്രൂണിങ് ആണ് ചെയ്തത്. ബുഷിയായിട്ട് വരുന്നതുണ്ട്. ഇതിനി നല്ല രീതിയിൽ ഫ്ലവർ വരണമെങ്കിൽ ഓരം ചെയ്യണം. അതുകൊണ്ടാണ് ഓരം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പലരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സബ്സ്ക്രൈബ് വന്നിട്ട് 47 എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇനി ലൈവ് വരാൻ സമയമായി വരികയാണ്. ലൈവിൽ എന്താ ഐറ്റം ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്തെങ്കിലും ആലോചിച്ച് തീരുമാനിച്ച് ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.